എടുത്തു മാറ്റി മാംസല ഹൃദയം കൊടുത്തപ്പോൾ വിശുദ്ധിയുടെ പുറകെ, പ്രകാശത്തിന്റെ പുറകെ, ദൈവസ്നേഹത്തിന്റെ പുറകെ, അനുസരണത്തിന്റെ പുറകെ ഓടുന്ന ഒരു മഹാവിശുദ്ധനെ സഭയ്ക്ക് കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. 103-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുക. അവിടുന്ന് എന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു, എന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. ഒക്കെ ശരിയാണ്, നന്മയും അനുഗ്രഹവും ഒക്കെ തരുന്നു. എന്നാൽ പാപം ചെയ്യിക്കാത്ത ഒരു ഹൃദയം എനിക്ക് തരുന്നു എന്ന് ദാവീദിനെ കൊണ്ട് പറയുവാനായിട്ട് സാധിച്ചില്ല. കാരണം അത് പുതിയ നിയമത്തിന്റെ കീഴിൽ യേശു ക്രിസ്തു സഭയ്ക്ക് തരുന്ന, എനിക്കും നിങ്ങൾക്കും തരുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. പാപം ക്ഷമിക്കുക മാത്രമല്ല, നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാത്ത ഒരു ഹൃദയം തന്റെ കൃപയാൽ നൽകുവാൻ കർത്താവ് മനസ്സായിരിക്കുന്നു. ഈ വലിയ വാഗ്ദാനം സ്വന്തമാക്കാൻ യേശുവിനോട് നമുക്ക് തീഷ്ണതയായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, കർത്താവ് ഒരു പുതിയ ശക്തി നമുക്ക് തരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, യുവാക്കന്മാർ ക്ഷീണിച്ചു പോകാം, തളർന്നു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഓടിയാൽ ക്ഷീണിക്കാത്ത വണ്ണമുള്ള ഒരു പുതിയ ശക്തി, നടന്നാൽ തളർന്നു പോകാത്ത വണ്ണമുള്ള ഒരു പുതിയ ശക്തി. അതായത് ക്രിസ്തീയ ജീവിതത്തിൽ പ്രലോഭനങ്ങളെ നാം നേരിടേണ്ടി വരുമ്പോൾ, പിശാചും ജഡവും ലോകവും നമ്മെ ആക്രമിക്കുമ്പോൾ നാം തളർന്നു പോകാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ശക്തി ദൈവം നമുക്ക് തരും. ഇത് ഒരു പുതിയ ശക്തിയാണ്. നമ്മളൊരു പാട്ട് പാടാറില്ലേ, പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ, പരിശുദ്ധാത്മ നിറവിനാലെ എന്റെ ജീവിതം നവീകരിക്കപ്പെടുവാൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യേശു നമുക്ക് ഉപദേശങ്ങൾ മാത്രം തരുന്ന ദൈവമല്ല. ഉപദേശങ്ങൾ നമുക്ക് വലിയ പ്രയോജനം ചെയ്യത്തില്ല എന്ന് യേശുവിനറിയാം. കാരണം കർത്താവ് തന്റെ ശക്തി തന്നില്ല എങ്കിൽ, കർത്താവ് തന്റെ അഭിഷേകം തരുന്നില്ല എങ്കിൽ, കർത്താവ് തന്റെ ആത്മാവിനെ തരുന്നില്ല എങ്കിൽ നമുക്ക് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാൻ സാധിക്കുകയില്ല എന്നും നാം പരാജയപ്പെടുമെന്നും അറിയാവുന്ന യേശു നമുക്ക് പുതിയ ശക്തി തരികയാണ്. എന്നെ എപ്പോഴും ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം. കുതിരപ്പുറത്ത് ഡമാസ്കസിലേക്ക് പാഞ്ഞു പോയിരുന്ന ഈ സാവൂൾ എന്ന പൗലോസിനെ, പിന്നീട് പൗലോസായി മാറിയ സാവൂളിനെ ദൈവം കുതിരപ്പുറത്തുനിന്ന് വലിച്ചു താഴെയിടുന്നു. ആകാശത്തിന്റെ മിന്നലൊളി അവന്റെ മേൽ പതിക്കുന്നു. അവൻ യേശു ക്രിസ്തുവിനെ അവന്റെ കണ്ണുകൊണ്ട് കാണുന്നു. 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കർത്താവിനെ പൗലോസ് കാണുന്നു. ഒക്കെ ശരിയാണ്. യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു, സാക്ഷ്യം പറയുന്നു. ആകെ ഒരു ബഹളമാണ്, വലിയ തീഷ്ണത, വലിയ ആവേശം. അദ്ദേഹം കർത്താവിന് വേണ്ടി ഒരു റോക്കറ്റ് പോലെ പോകുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. റോമാലേഖനം 7-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥാവിശേഷമാണ് പൗലോസ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. എന്റെ കർത്താവിന് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എല്ലാവരോടും ക്ഷമിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. കണ്ണുകളെ എപ്പോഴും നിയന്ത്രിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. നാവിനെ എപ്പോഴും നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പകരം ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ പ്രവർത്തിച്ചു പോകുന്നു. വാട്ട് എ wretched man I am. ഞാൻ എത്ര ദുർഭകനായ മനുഷ്യൻ. എന്നിട്ട് പൗലോസ് നിലവിളിക്കുന്നു, എന്റെ ഈ അവസ്ഥയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത വചനത്തിൽ അദ്ദേഹം ഉത്തരം തരുന്നു, കർത്താവ് യേശു ക്രിസ്തു വഴി. ദൈവത്തിന് സ്തോത്രം. തൊട്ടടുത്ത അധ്യായം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്ന് പറഞ്ഞാൽ
യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നമ്മെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം, യേശുവിന്റെ ഉത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ പാപത്തിന്റെ പുള്ളിംഗ് പവറിനെ, പാപം നമ്മളെ വലിക്കുന്ന വലിയെ പരാജയപ്പെടുത്താനുള്ള വലിയ ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. ഇതാണ് പുതിയ ശക്തി. പഴയ നിയമത്തിൽ ദൈവം കൊടുക്കാത്തൊരു കാര്യമാണ് കൃപ. പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു വാക്കാണ് ഗ്രേസ് അഥവാ കൃപ. പരിശുദ്ധാത്മാവിലൂടെ ഒരു വ്യക്തിക്ക് പാപത്തെ പരാജയപ്പെടുത്താൻ ദൈവം കൊടുക്കുന്ന അപരിമേയമായ ശക്തിയുടെ പേരാണ് കൃപ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ പുതിയ ശക്തി നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമതായി, ഒരു പുതിയ നാവ് നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് നിയന്ത്രണം കിട്ടാത്ത അവന്റെ നാവ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ യാക്കോബ് ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യനും തന്റെ നാവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ആദിമ സഭയിലെ അവസ്ഥ അദ്ദേഹം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ആളുകൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ആളുകൾ ഒത്തിരി ദാനധർമ്മം ചെയ്യുന്നു, എന്നാൽ ആർക്കും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുന്ന ജനങ്ങൾ കൺട്രോൾ ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നത് യാക്കോബിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിയന്ത്രണമില്ലാത്ത നാവുമായി നടക്കുന്ന ക്രിസ്ത്യാനികളെ യാക്കോബ് ശ്രദ്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ ഒരു അധ്യായം മുഴുവനും നാവിന്റെ നിയന്ത്രണത്തിനു വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുകയാണ്. അദ്ദേഹം അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു മനുഷ്യനും അവന്റെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധി കണ്ട് നിലവിളിക്കുന്ന യെശയ്യായെ സ്വർഗത്തിന്റെ തീക്കനലുമായി സെറാബുകളിൽ ഒന്ന് പറന്നു വന്ന് യെശയ്യാ പ്രവാചകന്റെ നാവിൽ സ്പർശിച്ചു. യെശയ്യായുടെ അധരത്തെ അത് സ്പർശിച്ചു. യെശയ്യായുടെ മാലിന്യം നീക്കപ്പെട്ടു. ദൈവം യെശയ്യായ്ക്ക് ഒരു പുതിയ നാവ് കൊടുത്തു. എന്നിട്ട് ദൈവം ചോദിക്കുകയാണ്, ആരെ ഞാൻ അയക്കും? ആർക്കു വേണ്ടി ഞാൻ പോകും? പുതിയ നാവ് സ്വന്തമായി കിട്ടിയ യെശയ്യാ ഉത്തരം പറഞ്ഞു, ഞാൻ പോകാം, എന്നെ അയച്ചാലും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത നാവിന്റെ മേൽ കർത്താവിന്റെ കരം കടന്നു വരികയും നമുക്ക് ഒരു പുതിയ നാവ് നൽകിക്കൊണ്ട് നമ്മെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് കൈപിടിച്ച് നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ എന്ന് പറഞ്ഞാൽ അവന്റെ സൽപ്രവൃത്തികളും പാവപ്പെട്ടവരെ സഹായിക്കുന്നതും കണ്ണുകളെ നിയന്ത്രിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവാസം എടുക്കുന്നതും എല്ലാം വട്ടപ്പൂജ്യമായി തീരുന്നു. നാവിനെ നിയന്ത്രിക്കാത്ത വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന മാർക്കാണ് 0 എന്ന് യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലൂടെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം നമുക്കൊരു പുതിയ നാവ് തരാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് 3:2 സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ പൂർണ്ണനാണ്. ദൈവം അവനെ വിളിക്കുന്ന പേരാണ് പൂർണ്ണൻ. ഈ പൂർണ്ണതയുള്ള ഒരു നാവ് നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 4-ാമതായി, പുതിയ സന്തോഷം നമുക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. റോമാലേഖനം 14-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുകയാണ്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം അത്രേ. കർത്താവ് ഉള്ളിൽ വരുന്ന ഒരു വ്യക്തി സന്തോഷം അനുഭവിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നിടത്ത് സ്നേഹം, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്നത് ആനന്ദമാണ്. മദർ തെരേസ ഒരിക്കൽ ഇങ്ങനെ പറയുണ്ടായി, യേശു യഥാർത്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയിൽ എപ്പോഴും ആനന്ദം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കൊരു പുതിയ സന്തോഷം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ലോട്ടറി അടിക്കുമ്പോഴുള്ള ഒരു സന്തോഷമല്ല, എൻട്രൻസ് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമല്ല, നല്ലൊരു വിവാഹാലോചന വരുമ്പോഴുള്ള സന്തോഷമല്ല, കുഞ്ഞിനെ കിട്ടുമ്പോഴുള്ള സന്തോഷമല്ല, അതൊന്നുമല്ല. ഇത് മനുഷ്യന് ബുദ്ധി കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന ഒരു പുതിയ സന്തോഷം തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയിലെ
ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹ സഭയ്ക്ക് എഴുത്തെഴുതുമ്പോൾ 14 പ്രാവശ്യം എഴുതിയിരിക്കുന്നു, കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. എലിയും പാറ്റയും പഴുതാരിയും ഒക്കെ നിറഞ്ഞു നിന്ന ഈർപ്പമുള്ള ശുദ്ധവായു കടന്നു ചെല്ലാത്ത ആ ജയിലിന്റെ ഇരുണ്ട അറകളിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹ ചങ്ങലകൾ കുലുക്കിക്കൊണ്ട് എഴുതുകയാണ്, എന്റെ മക്കളെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഒരു പുതിയ സന്തോഷം തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ മുഖം തേടുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ പിതാവിന്റെ മടിയിലിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, സ്വർഗത്തിന്റെ സന്തോഷവുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരും. ദൈവം നമുക്ക് പുതിയ സന്തോഷം നൽകുകയും ചെയ്യും. 5-ാമതായി, ദൈവം ഒരു പുതിയ പദ്ധതി നമുക്ക് വേണ്ടി തുറന്നു തരുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് പലതും തകർന്നു കഴിയുമ്പോഴാണ് നാം യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. കർത്താവെ, സകല പദ്ധതികളും തകർന്നുപോയി, എന്നെ രക്ഷിക്കുവാൻ ആർക്ക് സാധ്യമല്ല, എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ യേശു ബൈബിൾ തുറന്ന് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വേണ്ടി എടുത്ത് കാണിച്ചു തരികയാണ്. ഐ ഹാവ് എ പ്ലാൻ ഫോർ യുവർ ലൈഫ്, എ പ്ലാൻ ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് ബ്ലെസ്സിംഗ്. എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മനുഷ്യനായി ജീവിച്ചു കൊണ്ടിരുന്ന ഫ്രാൻസിസ് സേവ്യർ, ധാരാളം പണമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്. എന്നാൽ യേശു അദ്ദേഹത്തെ പിടികൂടി കഴിഞ്ഞപ്പോൾ, ഫ്രാൻസിസ് സേവ്യർ യേശുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ പുതിയ പദ്ധതി അദ്ദേഹത്തിന്റെ മുമ്പിൽ ദൈവം തുറന്നു കൊടുക്കുകയാണ്. മോനെ ഫ്രാൻസിസ് സേവ്യറെ, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് മനുഷ്യരെ പിടിക്കുന്ന പദ്ധതിയാണ്, ദൈവരാജ്യം വളർത്തുന്ന പദ്ധതിയാണ്. പഴയ പദ്ധതികളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് യേശു കൊടുത്ത പുതിയ പദ്ധതിയുടെ പിന്നാലെ ഫ്രാൻസിസ് സേവ്യർ ഓടുകയാണ്. അദ്ദേഹം ഇന്ത്യയിലെത്തുന്നു, ജപ്പാനിലെത്തുന്നു, ഏഷ്യയിലെ പല രാജ്യങ്ങളിലും അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുന്നു. അനേകരെ അദ്ദേഹം ദൈവരാജ്യത്തിന് വേണ്ടി നേടുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ആരും സഹായിക്കാൻ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നു, മകനെ, മകളെ, ഞാനൊരു പുതിയ പദ്ധതിയുമായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വരെ നീ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പദ്ധതി, ഇന്ന് വരെ നീ സ്വപ്നം കാണാത്ത ഒരു പദ്ധതിയുമായി, നിന്നെ ഉയർത്തുന്ന, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുമായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് പുതിയ ഫലങ്ങൾ നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറഞ്ഞു കഴിയുമ്പോൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് യേശു പറഞ്ഞു. യഥാർത്ഥത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പോയി ധാരാളം ഫലം പുറപ്പെടുവിക്കുവിൻ. നമ്മള് ഒരു മാവ് നട്ടു കഴിഞ്ഞാൽ ധാരാളം ഫലം അതിൻ്റെ അകത്ത് നിന്ന് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു പ്ലാവ് നട്ടു കഴിഞ്ഞാൽ ധാരാളം ചക്കപ്പഴം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഏത് മരത്തിന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മിൽ നിന്നും ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. വരങ്ങളെ എപ്പോഴും നമ്മൾ 2-ാം സ്ഥാനത്ത് നിർത്താനായിട്ട് പഠിക്കണം. പരിശുദ്ധാത്മാവ് വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും തരുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ തന്നെയാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. വരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, എന്നാൽ അതിനെ 2-ാം സ്ഥാനത്ത് നിർത്തി. ഫലങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, ഇവയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ഇത് യേശുവിന്റെ സ്വഭാവം തന്നെയാണ്, കർത്താവിന്റെ സ്വഭാവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സ്വഭാവം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ തരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മള് ധാരാളം മാങ്ങ പിടിച്ചു കിടക്കുന്ന ഒരു മാവിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ ശാഖയോട് നമ്മൾ ചോദിക്കുകയാണ്, ശാഖയെ, ഇത്രമാത്രം മാങ്ങ പുറപ്പെടുവിക്കുവാൻ വേണ്ടി താൻ എന്ത് ചെയ്തു? ശാഖയെ, ഇത്രമാത്രം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി താൻ എന്ത് ചെയ്തു? ശാഖ ഒറ്റ കാര്യം മാത്രം പറയും, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. തായ് തണ്ടിനോട് ഞാൻ ചേർന്നു നിന്നു,
തായ്തണ്ടിലൂടെ ഒഴുകി വരുന്ന ആ രസം, തായ്തണ്ടിലൂടെ വരുന്ന ആ ജീവരസത്തിനു വേണ്ടി എന്റെ ഹൃദയവും ആത്മാവും ദാഹിച്ചു. ഞാൻ തായ്തണ്ടിനെ വിട്ടുപോകാതെ ചേർന്ന് നിന്നു. തായ്തണ്ട് തന്നെ എനിക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്തു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, തായ്തണ്ടിനോട് ഒട്ടി നിന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരും. ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന വഴി പിതാവ് മഹത്വപ്പെടുന്നു എന്ന് പറയുന്നു. ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം തന്നെ നാം ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്നുള്ളതാണ്. കർത്താവ് പഴയ നിയമത്തിൽ വേദനയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ നല്ല മുന്തിരിയല്ലേ നട്ടുപിടിപ്പിച്ചത്? ഞാൻ അതിനു ചുറ്റും വേലി കെട്ടിയില്ലേ? ഞാൻ വളമിട്ടില്ലേ? ഞാൻ വെള്ളം ഒഴിച്ചില്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചത്? ഞാൻ നല്ല മുന്തിരി നട്ടിട്ടും എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചത്? കർത്താവ് വേദനയോടെ ചോദിക്കുകയാണ്. ഒരിക്കൽ കർത്താവിന് വിശന്നപ്പോൾ കർത്താവ് വലിയ വിശപ്പോടെ ഒരു അത്തിമരത്തിന്റെ അടുത്ത് വന്ന് നോക്കി. ധാരാളം ഇലകൾ അതിന്റെ അകത്തുണ്ടായിരുന്നു, എന്നാൽ ഒറ്റ ഫലവും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു അവസാനം വരുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. പത്രോസിന്റെ മേലും കൂട്ടുകാരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ ധാരാളം ഇലകൾ മാത്രമായി നിന്ന അവരുടെ ജീവിതത്തിൽ 120 പേരുടെയും ജീവിതത്തിൽ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ ജീവനാണ് പരിശുദ്ധാത്മാവ്. സ്വർഗത്തിന്റെ ജീവരസമാണ് ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മിലൂടെ സ്നേഹമൊഴുകും, പരിശുദ്ധി ഒഴുകും, എളിമയൊഴുകും, കാരുണ്യമൊഴുകും, സൽഫലങ്ങൾ ഒഴുകും. ഇതിനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. വെളിപാട് 21:5 സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ എല്ലാം കൊണ്ടും നവീകരിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടിച്ചരന്റെ അനുഭവത്തിലൂടെ അവിടുത്തെ അഭിഷേകം ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.